നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തീപിടുത്തമുണ്ടായി എന്ന വിവരം ലഭിച്ചാൽ അവിടേക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാഞ്ഞെത്തുന്നവരാണ് അഗ്നിശമന സേനാംഗങ്ങൾ. ഇത്തരത്തിലുള്ള അപകട വാർത്തകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നൊക്കെ. അത്തരത്തിൽ ദുബായിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ഒരു അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അൽ അവീറിലെ അൽ ഖബായിൽ സെന്ററിൽ ഉണ്ടായ തീപിടുത്തത്തിനിടെയായിരുന്നു ഈ സംഭവം. 29-കാരനായ സർജൻ ഒമർ ഖലീഫ സലീം അൽ കിദ്ബി എന്ന ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12:32 ആണ് തീപിടുത്തം സംബന്ധിച്ച് സിവിൽ ഡിഫൻസിന് വിവരം ലഭിച്ചത്. 12:38 തന്നെ അൽ മിസ്ഹർ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സംഘം സ്ഥലത്തെത്തി. അതായത് മിനിറ്റുകൾക്കുള്ളിൽ അവർ അവിടെ പാഞ്ഞെത്തി. തുടർന്ന് റാഷിദിയ ഫയർ സ്റ്റേഷനിൽ നിന്നും നാദൽ ഷെബ ഫയർ സ്റ്റേഷനിൽ നിന്നും അധിക യൂണിറ്റുകളും തീ നിയന്ത്രണ വിധേയമാക്കാനെത്തി. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം തണുപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കവേ രാത്രി 7:20 കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. ഈ അപകടത്തിലാണ് അൽ കെദ്ബിക്ക് ജീവൻ നഷ്ടമായത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ മരണപ്പെട്ട അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായിലെ 1ാം ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനിടെ ജീവൻ ബലി നൽകേണ്ടി വന്ന അൽ കെദ്ബിയെ രക്തസാക്ഷിയെന്നാണ് ദുബായ് ഭരണാധികാരികൾ അനുശോചന സന്ദേശത്തിൽ വിശേഷിപ്പിച്ചത്. അൽ കെദ്ബിയുടെ സംസ്കാരം അൽ ഖിസൈ സെമിത്തേരിയിൽ നടന്നു. അതേസമയം സൗദിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 6 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. റിയാദിലെ ഖാലിദിയയിൽ പെട്രോൾ പമ്പിലെ താമസ സ്ഥലത്ത് ഉണ്ടായ അഗ്നിബാധയിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത്. മലയാളികൾക്ക് പുറമെ 2 തമിഴ്നാട് സ്വദേശികൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തൊഴിലാളികളാണ് മരിച്ചവർ. മലപ്പുറം കുറ്റിപ്പുറം പഞ്ചായത്തിലെ വളാഞ്ചേരി പൈങ്കണ്ണൂർ തറയ്ക്കൽ യൂസഫിന്റെ മകൻ അബ്ദുൾ ഹക്കീം 31 വയസ്സ്, മേൽമുറി സ്വദേശി നൂറേങ്ങൽ കാവുങ്കൽത്തൊടി വീട്ടിൽ ഇർഫാൻ ഹബീബ് 33 വയസ്സ്, മധുര സ്വദേശി സീതാറാം രാജഗോപാൽ, ചെന്നൈ സ്വദേശി കാർത്തിക്, ഗുജറാത്ത് സൂറത്ത് സ്വദേശി യോഗേഷ് കുമാർ, മുംബൈ സ്വദേശി അസ്ഹർ അലി എന്നിവരാണ് മരിച്ചത്. എല്ലാവരും പെട്രോൾ പമ്പിൽ പുതുതായി ജോലിക്ക് എത്തിയതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവരിൽ പലർക്കും ഇഖാമ ലഭിച്ചത്. ജോലിക്കാർക്ക് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച മുറിയിലെ AC പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് വിവരം. ഇതിൽ മലയാളിയായ അബ്ദുൾ ഹക്കീം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൗദിയിൽ എത്തിയത്. ഹക്കീമും ഇർഫാൻ ഹബീബും സഹപ്രവർത്തകർ മാത്രമല്ല, ഇവർ ഉറ്റ കൂട്ടുകാരുകൂടിയായിരുന്നു. ഒരുമിച്ച് പഠിച്ച് ജോലി ചെയ്ത സുഹൃത്തുക്കൾ ഒടുവിൽ ഒന്നിച്ചു തന്നെ മരണത്തിലും കീഴടങ്ങി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.